ഇന്ന് നമ്മൾ ബിസ്ക്കറ്റ് കേക്കിന് പകരം പാർലേജി ബോൾസ് ആയ കഥയാണ് പറയാൻ പോകുന്നത്. ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ബിസ്ക്കറ്റ്, പാല്, പഞ്ചസാര, ബേക്കിംഗ് പൗഡർ. ഇത്ര ഐറ്റംസ് കൊണ്ടാണ് നമ്മൾ ഈ കേക്ക് അല്ലെങ്കിൽ പാർലേജി ബോൾസ് ഉണ്ടാക്കാൻ പോകുന്നത്. മിക്സിയുടെ ജാറിലേക്ക് ബിസ്ക്കറ്റ്, പഞ്ചസാര ആഡ് ചെയ്യുക. പഞ്ചസാര ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ആവശ്യാനുസരണം മാത്രമേ ആഡ് ചെയ്യാൻ പാടുള്ളൂ. ഇവിടെ ഏകദേശം 1/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തേക്കുന്നത്. ഇത് രണ്ടും നന്നായിട്ട് പൗഡർ രൂപത്തിലാക്കി വേറൊരു ബൗളിലേക്ക് മാറ്റുക. വേറൊരു ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം പാൽ ആഡ് ചെയ്യുക. കുറച്ച് പാല് മാത്രമേ ആഡ് ചെയ്യാൻ പാടുള്ളൂ. കാരണം നമുക്ക് ഈ ഒരു പൗഡർ ലൂസ് ആവാൻ പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കറക്റ്റ് കൺസിസ്റ്റൻസി വേണം ഇത് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇളക്കുന്ന ടൈമിൽ ഒറ്റ ഡയറക്ഷനിലേക്ക് മാത്രമേ നമ്മൾ ഇളക്കാൻ പാടുള്ളൂ. 2 ഡയറക്ഷനിലേക്ക് ഇളക്കിയാൽ ആ ഒരു മിശ്രിതം കട്ടയായി പോകാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ വേറൊരു പാത്രം എടുത്ത് അടുപ്പ് വെച്ച് ചൂടാക്കുക. വേറൊരു പാനിലേക്ക് അല്പം എണ്ണ തൂകി മൈദയും തൂകി നന്നായിട്ട് സെറ്റാക്കി വെക്കുക. നമ്മൾ ആദ്യം ചെയ്തു വെച്ച മിക്സിലേക്ക്, അതായത് ബിസ്ക്കറ്റ് മിക്സിലേക്ക് ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്ത് വീണ്ടും നന്നായിട്ട് ഇളക്കുക. ബേക്കിംഗ് പൗഡർ കട്ടയായിട്ട് ഇരിക്കാൻ പാടില്ല, നന്നായിട്ട് ഇളക്കുക. അതിനുശേഷം നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചിരുന്ന പാത്രത്തിലേക്ക്, അതായത് മൈദ തൂവി വെച്ചിരുന്ന പാത്രത്തിലേക്ക് ഈ ഒരു മിശ്രിതം ഒഴിക്കുക. ഈ ഒഴിക്കുമ്പോൾ മനസ്സിലാകും അതിൻ്റെ കൺസിസ്റ്റൻസി ഏകദേശം മടക്ക് രൂപത്തിൽ വേണം നമുക്ക് വരാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് എന്തെങ്കിലും നട്ട്സ് ആവശ്യമുണ്ടെങ്കിൽ നട്ട്സ് ആഡ് ചെയ്യുക. അതിനുശേഷം ചൂടായ പാനിൻ്റെ മുകളിലേക്ക് പാത്രം എടുത്ത് വെച്ചു. ഇത് നന്നായിട്ട് വേവിക്കാൻ വേണ്ടി അടച്ചു വെച്ച് വേവിക്കുക. ഇവിടെയാണ് നമുക്കൊരു അബദ്ധം പറ്റിയത്. കേക്ക് വേറൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യുമ്പോഴേക്കും അത് പരസ്പരം ഒട്ടിപ്പിടിച്ചു. അങ്ങനെ ഇത് ബോൾസ് ആക്കി മാറ്റി. ഇങ്ങനെയാണ് പാർലേജി ബോൾസ് എന്ന പേര് വന്നത്.